നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേവിച്ച അരി കൊണ്ടുള്ള ഒരു രസഗുളയാണ്. ആദ്യമായിട്ട് 2 കപ്പ് റൈസ് ചേർക്കുക. നന്നായി വേവിച്ച റൈസാണിത്. നന്നായി വേവിച്ചിട്ടുണ്ട്. ഇതൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വലുപ്പമുള്ള ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഈ അരച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി കുഴക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കൈകൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അങ്ങനെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ആദ്യം വെളിച്ചെണ്ണ പുരട്ടുന്നിട്ട് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കുക. ഇതുപോലത്തെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് വെക്കുക. പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു 1.5 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. തിളപ്പിക്കുക. നല്ല പഞ്ചസാര അലിഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റോളം ഇത് മൂടി വെച്ചിട്ട് നന്നായി വേവിക്കും. ചോറ് കൊണ്ടുണ്ടാക്കുന്ന രസഗുള ശരിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക.